അന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഫോട്ടോ എടുത്തോ. എല്ലാരും കൂടി ചേർന്നിട്ട് കുട്ടി മോള് പോവാ. എല്ലാരും കൂടി ചേർന്നിട്ട് കീ വന്നിട്ട് അമ്മ കയ്യിൽ വെച്ചിട്ടുണ്ട്. അമ്മ വാങ്ങിക്കോളെ, സന്തോഷത്തോടെ വാങ്ങിച്ചോളെ. ഇവിടുന്ന് ഇങ്ങോട്ട് അവിടെ നിർത്തുള്ളൂ. നോക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ എത്ര പേരെ പഠിച്ചു കഴിഞ്ഞു. ഇതൊരു വലിയ ഇതല്ലേ, അനുഗ്രഹമല്ലേ? പോലീസ് എല്ലാം തായില്ലേ? ഇതൊക്കെ തന്നെ പിന്നെന്താ വേണ്ടത്? അങ്ങനെ ഉള്ളി വരും. പിടിച്ചാൽ മതി. കൈ ഒരു നല്ല പിടിച്ചു വെച്ചാ നമ്മുടെ ഈ അമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം കിറ്റുമായി വന്ന സമയത്ത് നമ്മുടെ രജനി ഫാൻസ് അസോസിയേഷൻ ടീം വന്ന സമയത്ത് സുജീർ സാറിന്റെയൊക്കെ സഹായത്തോടുകൂടി ഇവിടെ വന്ന് ഈ അമ്മയെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇവർക്ക് ഇവിടുത്തെ അവസ്ഥയൊക്കെ കണ്ട് മനസ്സിലാക്കിയപ്പോൾ സമയത്ത് നമ്മുടെ രജനി സാറിന്റെ അസോസിയേഷൻ ഫാൻസ് അസോസിയേഷൻ അതുപോലെ തന്നെ PA അതുപോലെ തന്നെ നമ്മുടെ വിഷ്ണു അവരുടെ എല്ലാം നേതൃത്വത്തിൽ ഇങ്ങനെയൊരു സംഭവം നടത്താൻ കഴിഞ്ഞതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ അമ്മമാരെ, അതായത് ആരോരുമില്ലാത്ത ആളുകൾക്ക് നമ്മളൊരു അത്താണിയാകാൻ അസോസിയേഷനെ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇതുപോലെ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസയുണ്ട്. പാലക്കാട് ജില്ലാ ജനമേത്രി ഈ പോലീസിന്റെ മൊത്തം പോലീസിന്റെ സഹകരണം നിങ്ങൾക്കുണ്ടാവുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ നടത്തുന്ന സംസ്കാരം. സന്തോഷകരമായിട്ടുള്ള സന്ദർഭമാണ്. വിഷ്ണുവിനെ കോണ്ടാക്ട് ചെയ്യാൻ വിഷ്ണുവിന്റെ കെയർ ഓഫിലെ സുഹൃത്തുക്കൾ കൂടിയിട്ട് രജനീകാന്ത് ഫാൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കാനും ജീവിതത്തിന് തന്നെ പച്ചപിടിപ്പിക്കാവുന്ന രീതിയിൽ വളരെ അനാഥമായി കിടന്നിരുന്നാൽ ആ വീഡിയോ ഞാൻ കണ്ടിരുന്നു, സാറും കണ്ടിരുന്നു. അതൊന്ന് അഡീഷണൽ സാർ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി വരാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന് അത്യാവശ്യം മീറ്റിംഗ് കാരണം വരാൻ പറ്റാതിരുന്നുകൊണ്ടാണെങ്കിൽ അദ്ദേഹം തന്നെ പങ്കെടുത്തത്. ശരിക്കും നമ്മൾ മനസ്സിനോട് ചേർത്ത് വയ്ക്കുന്ന ഒരു മുഹൂർത്തമാണ്. ഇത്രയൊക്കെ ആക്കി കൊടുക്കാൻ പറ്റുക, ആളുകൾക്ക് ഒരു ജീവിതം കൊടുക്കാൻ പറ്റുക. അത് മാത്രമല്ല, ഇപ്പോൾ ഇവരുടെയൊക്കെ ഒരു ശ്രദ്ധ ഇപ്പൊ ഈ അമ്മയുടെ കൂടെ ഉണ്ട്. അമ്മയ്ക്ക് ഇന്നാളെ കിറ്റ് കൊടുക്കാനായാലും ശരി, ഇനി തുടർന്നുള്ള കാര്യങ്ങളിലായാലും വിഷ്ണുവിന്റെയും സുഹൃത്തുക്കളുടെയും രജനീകാന്ത് ഫാൻസ് അസോസിയേഷന്റെയും സഹകരണം ഉണ്ടാവും. അതോടൊപ്പം ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് പാലക്കാട് പോലീസ് ഒപ്പം ഉണ്ടാകും. നമസ്കാരം. നമ്മുടെ ബഹുമാനപ്പെട്ട ടൗൺ ഡോക്ടർ SI സാർ, അതുപോലെ നമ്മുടെ ജില്ലാ നോഡൽ ഓഫീസർ ആർമോൻ സാർ, രജനീകാന്ത് ഫാൻസ് അസോസിയേഷന്റെ മറ്റു മെമ്പേഴ്സ്, പിന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്ത് രജനീകാന്ത് സാറിന്റെ സുഹൃത്ത് മായ സാർ, എല്ലാവരും വണക്കം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ 4 വർഷത്തോളമായി ഈ രജനി ഫാൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഇതുപോലെയുള്ള പാവപ്പെട്ടവർക്ക് കിറ്റ് വിതരണം നടത്തി വരുന്നുണ്ട്. കോവിഡ് സമയത്ത് നല്ലൊരു പാലക്കാട് ജില്ലയിലെ പല പഞ്ചായത്തിലും ഇതുപോലുള്ള പാവപ്പെട്ടവർക്ക് ഒരുപാട് കിറ്റ് ഞങ്ങൾ ഈ ഫാൻസ് അസോസിയേഷൻ വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ ചേർന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. പാവം അമ്മയ്ക്ക് ഇതുപോലെ നല്ലൊരു വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ആരോരുമില്ലാത്ത പാവപ്പെട്ട അമ്മയ്ക്ക്. അത് ഞങ്ങൾ സ്വന്തമായി ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഇതിന്റെ പണിക്കും എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്രാവശ്യം ഒരു മാസം മുന്നേ ഇതുപോലെ നമ്മുടെ വിഷ്ണു വിളിച്ചിരുന്നു. കുറച്ച് കിറ്റ് നമുക്ക് സാറിന് കൊടുക്കാം, രജനീകാന്ത് സാറിന്റെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടതെന്ന് പറഞ്ഞ് കുറച്ച് വീട് കൊടുത്തപ്പോൾ ആദ്യത്തെ വീട് ഇതായിരുന്നു. അമ്മയ്ക്ക് ഈ വീട് കാണുമ്പോൾ നിലത്ത് കുറെ വേസ്റ്റിന്റെ അടിയിൽ, സത്യം പറഞ്ഞാൽ അമ്മ
ഉപയോഗിച്ച വസ്ത്രങ്ങളും അതുപോലെ മാലിന്യങ്ങളുടെ ഇടയിൽ കിടന്ന നിലത്ത് കിടക്കുന്ന അമ്മയെ കണ്ട് എല്ലാവർക്കും അവർക്ക് ഭയങ്കര സങ്കടമായി. അപ്പൊ അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള കാര്യം അന്ന് തന്നെ വിഷ്ണു പറഞ്ഞു. അന്ന് ഉച്ചയ്ക്ക് തന്നെ അമ്മയ്ക്ക് കിടക്കാനുള്ള ഒരു ബെഡും അതുപോലെ ഒരു കട്ടിലും ആദ്യം തന്നെ എത്തിച്ചു കൊടുത്തു. പിന്നീട് അവരുടെ വീട് ചുറ്റുപാടും തുണി വെച്ച് കെട്ടി ആകെ മോശമായ അവസ്ഥയിലായിരുന്നു. അതിനുശേഷം ചുറ്റുപാടും എല്ലാ മോശമായ വസ്തുക്കളും ക്ലീൻ ചെയ്ത് അവരുടെ സഹായത്തോടെ ആശാവർക്കേഴ്സ് സഹായത്തോടെ എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയ ശേഷം 4 സൈഡും മതിൽ കെട്ടി നിലം പണിതു. അതുപോലെ ബാത്റൂം ഉള്ളിൽ തന്നെ ചെയ്യാനുള്ള സംവിധാനം. കറണ്ട് കണക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊന്നും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ KCB ബന്ധപ്പെട്ട് അത് കറക്റ്റാക്കി. അതുപോലെ ഫാന്, കറണ്ട് കണക്ഷൻ, അതുപോലെ വെള്ളം, വാട്ടർ സപ്ലൈ ഉണ്ടായിരുന്നില്ല. ആ വാട്ടർ സപ്ലൈ കണക്ട് ചെയ്ത് അമ്മയ്ക്ക് നല്ല രീതിയിൽ ഇരിക്കാനുള്ള സാധനങ്ങൾ എല്ലാം സെറ്റ് ചെയ്തു കൊടുത്തു. അതുപോലെ അമ്മയ്ക്ക് വേണ്ട വസ്ത്രങ്ങൾ, അത്യാവശ്യം വേണ്ട ഉപയോഗിക്കേണ്ട അടുക്കളയിൽ ഉപയോഗിക്കേണ്ട പാത്രങ്ങൾ വേറെ എല്ലാ വസ്തുക്കളും ഇവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും അമ്മയ്ക്ക് ഇതുപോലുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുക്കും. ഒപ്പം ഇവിടെയുള്ള കുറച്ചൊന്ന് 2 പേരും കൂടി നോക്കി വെച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ട കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. എന്തായാലും ഈ ഫാൻസ് അസോസിയേഷന്റെ ഈ ഒരു നേതൃത്വത്തിലുള്ള അതുപോലെ നമ്മൾ ടൗൺ സൗത്ത് നോർത്ത് പോലീസ് സ്റ്റേഷനും അതുപോലെ ജനമൈത്രി പോലീസും അവർക്ക് ഇവിടെ എപ്പോഴും ഉണ്ടാവും. ഇതുപോലുള്ള എല്ലാ കാര്യങ്ങൾക്കും എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾ നൽകും എന്ന് ഉറപ്പ് പറയുന്നു. ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. ഇതിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. தமிழே பேசுறது பார்த்து படிச்சிருக்கேன். ഇവിടെ എല്ലാവർക്കും ആശംസകൾ. എന്റെ മലയാളം തെറ്റണമെങ്കിൽ ക്ഷമിക്കുക, എനിക്ക് കുറച്ച് മലയാളം മാത്രമേ അറിയൂ. ഞങ്ങളുടെ ടീമിനെ തുടർച്ചയായി പിന്തുണയ്ക്കുന്ന കേരള പോലീസിനും എന്റെ റോയൽ സല്യൂട്ട്. ഇന്നത്തെ പരിപാടി ഞാൻ തലവരുടെ അറിയിച്ചിട്ടുണ്ട്. ഈ വീട് നന്നാക്കാൻ സഹായിച്ച സുഹൃത്തുക്കളെ തലവർ രജനിയുടെ പേരിൽ ഞാൻ അഭിനന്ദിക്കുന്നു. ഈ മഹത്തായ ദൌത്യത്തിൽ സാമ്പത്തികമായി സംഭാവന ചെയ്ത ഇനി പറയുന്ന ആളുകൾക്ക് ഞാൻ ആശംസിക്കുന്നു. മിസ്റ്റർ മൂർത്തി ഭഗവതി രാജ്, മിസ്റ്റർ സന്തോഷ് പിതുണി, മിസ്റ്റർ ശരവണൻ, മിസ്റ്റർ സന്തോഷ് ചിത്തൂർ, മിസ്റ്റർ കിരൺ, മിസ്റ്റർ ഹരി, മിസ്റ്റർ പ്രസാദ്, മിസ്റ്റർ ദിനേശ്, മിസ്റ്റർ സുരേഷ്, മിസ്റ്റർ രാജ ബഷീർ, മിസ്റ്റർ അൻവർ ആൻഡ് മിസ്റ്റർ ശ്യാം. ഈ ജോലി സുഗമമായി പൂർത്തിയാക്കുന്നതിനും പണവും അവരുടെ വിലപ്പെട്ട സമയവും സംഭാവന ചെയ്ത എല്ലാവർക്കും എന്റെ ആത്മാത്മായ നന്ദി. മിസ്റ്റർ വിഷ്ണു നാഗരാജ്, മിസ്റ്റർ സന്തോഷ് കണ്ണാടി, മിസ്റ്റർ മണികണ്ഠൻ, മിസ്റ്റർ മകേഷ്, മിസ്റ്റർ അർജുൻ, മിസ്റ്റർ വിഘ്നേഷ് നാഗരാജ്, മിസ്റ്റർ ബാബു ആട്ടോ, മിസ്റ്റർ രവി ആട്ടോ, മിസ്റ്റർ വിഷ്ണു എഞ്ചിനീയർ, മിസ്റ്റർ പ്രഭു, മിസ്റ്റർ രമേശ്, മിസ്റ്റർ നാഗരാജ്, മിസ്റ്റർ രാഹുൽ, നിങ്ങൾ എല്ലാവരും നന്മ നിറഞ്ഞ ആത്മാക്കളാണ്. ഈ നല്ല അവസരത്തിൽ ഇവിടെ വന്നതിൽ സന്തോഷമുണ്ട്. தலைவரும் எங்களோட முழுவன் தலைவர் ஃபேன்ஸ் டீமும் எங்களுடைய எல்லா சிரமங்களிலும் பின்னிருக்கும். நன்றி, வணக்கம். தவறு இருந்தால் மன்னிச்சுங்களேன். ആട്ടക്കാരൻ നാഗന്താരന്റെ വേട്ടക്കാരൻ പാട്ടുകാരെ കമ്പടക്കാർ